അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദം നമ്മൾ ഒരുപാട് പാടി പുകഴ്ത്തിയിട്ടുണ്ട്. മോദി മൈ ഫ്രണ്ട് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ട്രംപ് ആ സൗഹൃദമൊന്നും പ്രവൃത്തിയിൽ കാണിച്ചിട്ടില്ല. ഇറാൻ യുദ്ധത്തിന് മുൻപ് തന്നെ ലോകത്തെ സമ്മർദ്ദത്തിലാക്കിയതാണ് ട്രംപിന്റെ സാമ്പത്തിക യുദ്ധം അഥവാ താരിഫ് യുദ്ധം. ആ താരിഫ് ചുമത്തലിന് സുപ്രീം കോടതിയിൽ തിരിച്ചടിയേറ്റ ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വീണ്ടും ഇറക്കുമതി തീരുവ കൂട്ടിയിരിക്കുകയാണ്. നിർബന്ധിത തൊഴിൽ നിരോധനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ പുതിയ നീക്കം. എന്തായാലും പണിയോട് പണിയാണ് ട്രംപിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധവും ഹോർമുസിലെയും ചെങ്കടലിലെയും പ്രതിസന്ധിയും ഇപ്പോഴേ ആഗോള സമ്പദ് മേഖലയെ പിടിച്ചുലച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ഇരുട്ടടിയായി തീരുവ യുദ്ധത്തിന് ട്രംപ് വീണ്ടും തിരികൊളുത്തുന്നത്. നിർബന്ധിത തൊഴിൽ നിരോധനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നതാരോപിച്ച് ഇന്ത്യ അടക്കമുള്ള 60 വ്യാപാര പങ്കാളികൾക്കാണ് ട്രംപ് ഭരണകൂടം പുതിയ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 10% മുതൽ 12.5% വരെയാണ് തീരുവ. 10% ആഗോള തീരുവയുടെ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെയാണ് നിർബന്ധിത തൊഴിൽ നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച് പുതിയ നടപടിയെടുത്തിരിക്കുന്നത്. ഇന്നാണ് തീരുവയുടെ കാലാവധി അവസാനിക്കുന്നത്. അപ്പോൾ തന്നെ പുതിയ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയ്ക്ക് പുറമെ അർജന്റീന, ബംഗ്ലാദേശ്, ബ്രിട്ടൻ, കംബോഡിയ, കാനഡ, ഇക്വഡോർ, എൽ സാൽവദോർ, ഗോട്ടിമാല, ഹോണ്ടുറാസ്, ഇന്തോനേഷ്യ, ജോർദാൻ, മലേഷ്യ, മെക്സിക്കോ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ എന്നീ രാജ്യങ്ങൾ 10% തീരുവ നിർബന്ധിത തൊഴിൽ തീരുവയായി നൽകണം. എണ്ണ, ഗ്യാസ്, വളങ്ങൾ, ചില ഭക്ഷ്യവസ്തുക്കൾ എന്നിവയെ പുതിയ തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇറക്കുമതി വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വ്യാപാരികൾക്ക് സമയം അനുവദിക്കുന്നതിനായി പുതിയ തീരുവകൾ നടപ്പിലാക്കുന്നതിൽ താൽക്കാലിക ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർബന്ധിത തൊഴിലിലൂടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിരോധിക്കുകയോ പരസ്പര വ്യാപാര കരാറിലൂടെ അതിന് തയ്യാറാവുകയോ അല്ലെങ്കിൽ ഇതിനകം ഭാഗികമായ നിരോധനം ഏർപ്പെടുത്തുകയോ ചെയ്ത രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാക്കുന്നതെന്ന് US ട്രേഡ് റെപ്രസെന്റേറ്റീവിന്റെ ഓഫീസ് വ്യക്തമാക്കി. ചൈന ഉൾപ്പെടെയുള്ള 38 രാജ്യങ്ങൾക്ക് 12.5% തീരുവ. യൂറോപ്യൻ യൂണിയൻ, തായ്വാൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, സ്വിറ്റ്സർലൻഡ് എന്നിവർക്ക് ആകെ 10% അല്ലെങ്കിൽ 12.5% തീരുവ നൽകിയാൽ മതിയാകും. ഇന്ത്യയെയും ആദ്യം 12.5% തീരുവയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. എങ്കിലും ഇത് പിന്നീട് കുറയ്ക്കുകയായിരുന്നു. ഇന്ത്യ അടുത്തിടെ തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെ പുതിയ നിയമങ്ങളും നടപടികളും കൊണ്ടുവന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് താരിഫ് നിരക്ക് 10% കുറച്ചത്. കഴിഞ്ഞ വർഷം അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുനരുജ്ജീവിപ്പിച്ച ആഗോള വ്യാപാര യുദ്ധത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ഇപ്പോഴത്തെ ഈ നീക്കം. 1974 US ട്രേഡ് ആക്ടിന്റെ സെക്ഷൻ 301 പ്രകാരമാണ് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗിയർ പുതിയ താരിഫുകൾ പുറപ്പെടുവിച്ചത്. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നിർബന്ധിത തൊഴിലിലൂടെ ഉൽപ്പാദിപ്പിച്ചവയല്ലെന്ന് ഉറപ്പാക്കുന്നതിൽ ഈ രാജ്യങ്ങൾ പരാജയപ്പെട്ടു എന്ന കാരണത്താലാണ് നടപടി സ്വീകരിച്ചതെന്ന് ട്രംപ് ഭരണകൂടം പറയുന്നു. നിർബന്ധിത തൊഴിലെന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും ഇത് തടയുന്നത് തൊഴിലാളികളുടെ ക്ഷേമം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗിയർ പറയുന്നു. നിർബന്ധിത തൊഴിൽ ആഗോള വിതരണ ശൃംഖലയിൽ നിന്ന് ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്ക ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വിഷയത്തിൽ നിരോധനം ഏർപ്പെടുത്തുകയും നിയമം കർശനമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക രാജ്യം അമേരിക്കയാണ് എന്ന വീരവാദവും മുഴക്കുന്നുണ്ട്. എന്തായാലും ആ പഴുതുപയോഗിച്ചാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ താരിഫിന് നിർദ്ദേശിച്ചത്. നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ച തീരുവകൾ US സുപ്രീം കോടതി റദ്ദാക്കിയതിനെ തുടർന്നാണ് സെക്ഷൻ 301 പ്രകാരമുള്ള പുതിയ വഴി ട്രംപ് സ്വീകരിച്ചത്. ഈ വർഷം ആദ്യം US സുപ്രീം കോടതി ട്രംപ് ഏർപ്പെടുത്തിയ പല താരിഫുകളും നിയമവിരുദ്ധമായാണ് നടപ്പാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി റദ്ദാക്കിയിരുന്നു. ഇതോടെയാണ് പുതിയ വഴികളിലൂടെ ട്രംപ് താരിഫ് നീക്കങ്ങൾ തുടങ്ങിയത്. ഈ വർഷം ആദ്യം കൊണ്ടുവന്ന വിദേശ ഉൽപ്പന്നങ്ങൾക്കുള്ള 10% താൽക്കാലിക നികുതിയുടെ കാലപരിധി അവസാനിച്ചതോടെയാണ് പുതിയ താരിഫ് ഏർപ്പെടുത്തിയത്. അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന 99.4% ഉൽപ്പന്നങ്ങളെയും ബാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം വരുന്നത്. അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. കഴിഞ്ഞ വർഷം ട്രംപ് ഏർപ്പെടുത്തിയ 10 മുതൽ 50% വരെയുള്ള പകരച്ചുങ്കം നിയമവിരുദ്ധമെന്ന് കാട്ടിയാണ് US സുപ്രീം കോടതി റദ്ദാക്കിയത്. ഇത് പുനഃസ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ വൈറ്റ് ഹൌസ് ചെയ്തത്. പ്രത്യേക അധികാരത്തിലൂടെ ഏർപ്പെടുത്തിയ തീരുവ 150 ദിവസത്തേക്കാണെന്നും അത് ഇന്ന് അവസാനിക്കുമെന്നുമായിരുന്നു ട്രംപ് സുപ്രീം കോടതിയിൽ നൽകിയ മറുപടി. ഈ തീരുവ അവസാനിക്കുന്ന ദിവസം തന്നെയാണ് പുതിയ തീരുവ നിലവിൽ വരുന്നത്. അങ്ങനെ സുപ്രീം കോടതിയെ തന്നെ പറ്റിക്കാൻ പഴയ തീരുവ പുതിയ പേരിലാക്കിക്കൊണ്ടിരിക്കുകയാണ്
ട്രംപ്. US മാധ്യമങ്ങൾ തന്നെ ട്രംപിന്റെ ഈ നീക്കത്തെ ഈ രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. തൊഴിലാളി സ്നേഹമല്ല, മറ്റ് രാജ്യങ്ങൾ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിലൂടെ ഉണ്ടാക്കുന്ന ലാഭത്തിൽ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ട്രംപിന്റെ ഇതിലുള്ള ലക്ഷ്യം. എന്തായാലും ട്രംപ് എന്ന ഫ്രണ്ട് അത്ര വെടിപ്പല്ലെന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ് ഇന്ത്യക്ക്. താരിഫ് യുദ്ധത്തിലും അക്കാര്യം വ്യക്തമായിരുന്നു. വാണിജ്യ കരാറിലും അത് വൈകുന്നതിലുമൊക്കെ ട്രംപിന്റെ ഈ രീതിയിലുള്ള താല്പര്യങ്ങളാണ് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ ഈ കടുംപിടുത്തം മനസ്സിലാക്കി ഇന്ത്യയുടെ ചില മുൻകരുതൽ നടപടികൾ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് 12.5% തീരുവ ഭീഷണി ഉയർന്നപ്പോൾ തന്നെ അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ഇന്ത്യ ചില മുൻകരുതലുകൾ എടുത്തു. ഉയർന്ന തീരുവ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് നിർബന്ധിത തൊഴിലിലൂടെ നിർമ്മിച്ച സാധനങ്ങൾ തിരിച്ചറിയാൻ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ രാജ്യം അവതരിപ്പിച്ചിരുന്നു. അതാണ് ഏതാണ്ട് പാകിസ്ഥാനേക്കാൾ ഉയർന്ന 12.5% എന്നതിൽ നിന്ന് ഇപ്പോൾ 10% തീരുവ കുറയാൻ സഹായിച്ചിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധവും ഹോർമുസിലെ പ്രതിസന്ധിയും സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതങ്ങൾക്ക് പുറമെയാണ് ഇപ്പോൾ തീരുവ ഭീഷണി കൂടി ട്രംപിന്റെ വകയായി ലോകരാഷ്ട്രങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.